നമസ്കാരം. കേരളത്തിന്റെ കാത്തിരിപ്പിന് അവസാനമാകാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. വോട്ടെണ്ണൽ ദിനമായി ഇന്ന് രാവിലെ 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. 7 മണിയോടുകൂടി അതീവ സുരക്ഷയിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന വോട്ടെണ്ണൽ വോട്ടിംഗ് മെഷീനുകൾ വരണാധികാരിയുടെ മേശപ്പുറത്തെത്തും. ആദ്യം എണ്ണുക പോസ്റ്റൽ വോട്ടുകളാണ്. 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. 8:15 തന്നെ നമുക്ക് ആദ്യ ഫല സൂചനകൾ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ദൃശ്യങ്ങൾ കാണാം. അദ്ദേഹം പുതുപ്പള്ളി അദ്ദേഹത്തിന്റെ പള്ളിയിലേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങൾ, രാവിലെ അദ്ദേഹം പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഫലത്തിന്റെ മുഴുവൻ വിവരങ്ങളും അറിയാൻ വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും മീഡിയ വൺ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ സ്ക്രീനിന്റെ ഇടതുഭാഗത്ത് അതാത് ജില്ലകളിൽ ഓരോരോ മണ്ഡലങ്ങളിൽ ലഭിക്കുന്ന വോട്ടുകൾ സംബന്ധിച്ചുള്ള കണക്കുകൾ വ്യക്തമായി കാണാം. മുകൾ ഭാഗത്ത് കേരളത്തിൽ ഓരോ മുന്നണികളും നേടുന്ന സീറ്റ് നില വ്യക്തമായി കാണാം. വലതുഭാഗത്ത് താഴെ അതാത് ജില്ലകൾ തിരിച്ചിട്ടുള്ള വിവരങ്ങളുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും താഴെ കേരളത്തോടൊപ്പം ഇന്ന് ഫലമറിയാൻ പോകുന്ന ബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി, അസം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിവരങ്ങൾ കൂടി ഈ സ്ക്രീനിൽ വ്യക്തമായി കാണാം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലെ പള്ളിയിലെത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. സുനിൽ ഐസക് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങളുമായി കണ്ണൂരിലെ ചാല ടെക്നിക്കൽ സ്കൂൾ വോട്ടെണ്ണൽ കേന്ദ്രമായ കണ്ണൂരിലെ ചാല ടെക്നിക്കൽ സ്കൂളിൽ നിന്നുമുണ്ട്. സുനിൽ ഐസക്, എത്ര മണിക്ക് നമുക്ക് ആദ്യ ഫല സൂചനകൾ അറിയാം? എന്തെല്ലാമാണ് അവിടുന്ന് നൽകാവുന്ന വിവരങ്ങൾ ഇപ്പോൾ? ഗോപി, 8:30 ആദ്യ ഫലസൂചനകൾ വ്യക്തമാകും എന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ചാല ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലാണ്. കണ്ണൂർ ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണുന്നത് ഇവിടെ ചിന്തക്കിലാണ്. ഇതിനായി 11 കൗണ്ടറുകൾ പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്നു. ഈ 11 കൗണ്ടറുകളിലായി 14 ടേബിളുകൾ ഉണ്ടാവും. ഓരോ കൗണ്ടറിലും 14 ടേബിളുകൾ വീതമുണ്ടാകും. ഒപ്പം പോസ്റ്റൽ വോട്ടെണ്ണുന്നതിനായി മറ്റൊരു ടേബിളുമുണ്ട്. അത്തരത്തിൽ 15 ടേബിളുകളാണ് ഓരോ കൗണ്ടറിലും ഉണ്ടാവുക. ഓരോ ടേബിളിനും ഓരോ സൂപ്പർവൈസറും 2 അസിസ്റ്റന്റ് സൂപ്പർവൈസർമാർ വീതവും നിയോഗിച്ചിട്ടുണ്ട്. ആദ്യം ഗോപി സൂചിപ്പിച്ചതുപോലെ 15ാമത്തെ ടേബിളിന്റെ, അതായത് പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കാണുകയായിരുന്നു അദ്ദേഹം. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് മടങ്ങി വരാം. സുനിൽ ഐസക്, തുടരൂ. തുടർന്ന് ഈ ആദ്യം പോസ്റ്റൽ വോട്ടുകൾ 8:10 എണ്ണിത്തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ മറ്റ് 14 ടേബിളുകളിലും കേന്ദ്രീകരിച്ച് വോട്ടെണ്ണലുകൾ ആരംഭിക്കും. ഒരു ടേബിളിൽ 14 ബൂത്തുകൾ. അതുകൊണ്ട് തന്നെ ഓരോ ഇതിലും 14 ബൂത്തുകൾ എന്ന നിലയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ വോട്ടെണ്ണൽ പ്രക്രിയ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 8:30 ആദ്യ ഫലസൂചനകൾ നമുക്ക് വ്യക്തമായി തുടങ്ങും. ഇവിടെ രാവിലെ തന്നെ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും പക്ഷേ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പാർട്ടി പ്രവർത്തകർ, അനുയായികൾ, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ, വലിയ പോലീസ് സുരക്ഷ, ഇതെല്ലാം ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. വളരെ രാവിലെ തന്നെ നേതാക്കളും പ്രവർത്തകരും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഗോപി, കണ്ണൂരിനെ സംബന്ധിച്ച് കണ്ണൂർ ഇത്തവണ ഏറെ ശ്രദ്ധേയമായ വളരെ കടുത്ത മത്സരം നടക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട് കണ്ണൂർ ജില്ലയിൽ. പ്രത്യേകിച്ച് അഴീക്കോട്, കൂത്തുപറമ്പ് തുടങ്ങിയ മണ്ഡലങ്ങൾ. ഈ മണ്ഡലങ്ങളിൽ ഇത് സംബന്ധിച്ച് ആര് ജയിക്കുമെന്നത് സംബന്ധിച്ച് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന, ഇപ്പോഴും ഫലം പ്രവചിക്കാൻ പോലും സാധ്യമല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ ഇത്തവണ ഒരുപക്ഷെ ഏറ്റവും വളരെ രാഷ്ട്രീയ ശ്രദ്ധ നേടുന്ന ഒരു ജില്ല കൂടിയായി കണ്ണൂർ മാറുന്നു. ഒപ്പം CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും അംഗം കൂടിയായ പിണറായി വിജയൻ ധർമ്മടത്ത് നിന്ന് മത്സരിക്കുന്നു. അത്തരത്തിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രത്യേകതകൾ, രാഷ്ട്രീയമായ ഒരുപാട് ശ്രദ്ധേയമായ ഒരുപാട് മത്സരങ്ങൾ നടക്കുന്ന ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ. അതുകൊണ്ട് തന്നെ ഇതിനുണ്ടെന്ന എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഉദ്യോഗസ്ഥർ ഇതിനുള്ളിൽ ഈ കൗണ്ടറുകൾക്കുള്ളിൽ പ്രവേശിക്കും. തുടർന്ന് വോട്ടിംഗ് യന്ത്രങ്ങൾ അതാത് കൗണ്ടറുകളിലേക്ക് എത്തിക്കും. അതിനുശേഷമാകും അതായത് പോളിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ വോട്ടെണ്ണൽ പ്രക്രിയ കൃത്യം 8 മണിക്ക് തന്നെ ആരംഭിക്കും. വിവരങ്ങൾ നൽകിയത്. വോട്ടെണ്ണൽ 8 മണിക്ക് തന്നെ ആരംഭിക്കും. 8:10 പോസ്റ്റൽ വോട്ടുകൾ എണ്ണിക്കഴിയും. 8:15 നമുക്ക് ആദ്യ ഫല സൂചനകൾ നൽകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നോടൊപ്പം അതിഥികൾ കൂടിയുണ്ട്. CPM-നെ പ്രതിനിധീകരിച്ച് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. കോൺഗ്രസിലെ ശ്രീ A. ഷുക്കൂർ, BJP-യുടെ ശ്രീ KVS ഹരിദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ A. സജീവൻ
എന്നിവർ ഈ ചർച്ചയുടെ ഭാഗമായുണ്ട്. 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. 8:10 കൂടി നമുക്ക് ആദ്യ ഫല സൂചനകൾ അറിയാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മുതൽ ഇടവേളകളില്ലാതെ ഇടതടവില്ലാതെ മുഴുവൻ വിവരങ്ങളും മീഡിയ വൺ നിങ്ങളിലേക്ക് എത്തിക്കും. അതിന് മുൻപുള്ള തിരഞ്ഞെടുപ്പ് അവലോകനങ്ങൾക്കായി അതിഥികൾ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശക്തമായ ത്രികോണ മത്സരമായിരുന്നുവെങ്കിലും തൃപ്പൂണിത്തുറയിൽ മികച്ച ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്നാണ് കെ ബാബു ഇന്ന് പ്രതികരിച്ചത്. BDJSന്റെ സഹായം ലഭിച്ചു എന്നത് അടിസ്ഥാനരഹിതമാണെന്നും കെ ബാബു ഇന്ന് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ആദ്യം കുറച്ച് സമയം കൂടിയേ ഉള്ളൂ കൗണ്ടിങ് ആരംഭിക്കാൻ. എത്രത്തോളം പ്രതീക്ഷയിലാണ് ഇപ്പോൾ? പൂർണ്ണ ആത്മവിശ്വാസം, പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസത്തിലാണ്. മുൻ വർഷങ്ങളേക്കാൾ ഭൂരിപക്ഷം കൂടുമെന്ന പ്രതീക്ഷയാണ്. അത് പറയാൻ സാധിക്കില്ല, പക്ഷേ വളരെ നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. ഇത്തവണ മത്സരം ഭയങ്കര കടുത്തതായിരുന്നു. BJPയുടെ വരവാണോ അത് മത്സരം ടൈറ്റ് ആക്കിയത്? അതൊരു ത്രികോണ മത്സരം ഉണ്ടായിരുന്നല്ലോ. എന്ന് മാത്രമല്ല, ഈ ഏറ്റവും ഒരു വൃത്തികെട്ട ഞാൻ ഇതുവരെ മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ പ്രചരണം നടത്തിയ LDF പ്രചരണം നടത്തിയ വർഷമാണ്. ആ ഒരു പ്രയാസം തോന്നിയിട്ടുണ്ട്. പിന്നെ പ്രചരണമല്ല റോഡിലല്ലേ, വോട്ടർമാരുടെ ഇടയിലല്ലല്ലോ. റോഡിൽ കൂടെ നടന്ന് എന്തെല്ലാം പ്രചരണം നടത്തിയാലും അതൊന്നും തെരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. മുൻകാലങ്ങളിലെല്ലാം ഭൂരിപക്ഷം കൂടിക്കൂടി വരികയായിരുന്നു, പക്ഷേ ഇത്തവണ ആ കോൺസ്റ്റിറ്റ്യുവൻസി മാറി. ഞാൻ 25 കൊല്ലം മുമ്പ് മത്സരിച്ച കോൺസ്റ്റിറ്റ്യുവൻസി അല്ല ഇപ്പം. ഞാൻ 25 കൊല്ലം മുമ്പ് മത്സരിക്കുമ്പോൾ ഇവിടെ CPM 15,000 വോട്ടിന് വിജയിച്ച കോൺസ്റ്റിറ്റ്യുവൻസി ആയിരുന്നു. പിന്നീട് അത് മാറി മാറി ഞാൻ 24,700 വോട്ടിന് ജയിക്കുന്ന വിധത്തിലേക്ക് എത്തി. ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന കെ ബാബുവിന്റെ വാക്കുകളാണ് നമ്മൾ കണ്ടത്. തെരഞ്ഞെടുപ്പ് ഫലം UDFന് അനുകൂലമാകും എന്നാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വോട്ടെണ്ണൽ ദിനത്തിൽ രാവിലെ പ്രതികരിച്ചിരിക്കുന്നത്. ഇന്നലെ പറഞ്ഞത് തന്നെ ഇന്ന് പറഞ്ഞിട്ട് കാര്യമാണ്. ആളുകളെല്ലാം പ്രതീക്ഷിക്കുന്ന റിസൾട്ടാണ്. അപ്പം വേറെ ഞാൻ ഇന്നലെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഭരണ തുടർച്ച ഉണ്ടാകും എന്ന ശുഭപ്രതീക്ഷയിലാണ് UDF നേതാക്കളുടെ പ്രതികരണങ്ങൾ വോട്ടെണ്ണൽ ദിനത്തിൽ രാവിലെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹം പള്ളിയിൽ പോയി പ്രാർത്ഥന കഴിഞ്ഞ് വന്ന ശേഷമാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഭരണ തുടർച്ച ഉണ്ടാകും എന്ന പ്രതീക്ഷ ഉമ്മൻചാണ്ടിയും പങ്കുവെക്കുന്നു. വയനാട്ടിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി മനീഷ് മൂർത്തി ഇപ്പോൾ വിവരങ്ങൾ നൽകാനുണ്ട്. മനീഷ്, 3 നിയോജക മണ്ഡലങ്ങളാണ് വയനാട്ടിൽ. വോട്ടെണ്ണൽ ആദ്യ പല സൂചനകൾ നമുക്ക് എപ്പോൾ നൽകാൻ കഴിയും? എന്തൊക്കെയാണ് വയനാട്ടിൽ നിന്ന് ഇപ്പോൾ നൽകാവുന്ന വിവരങ്ങൾ? മനീഷ്. ഗോപി, വയനാട്ടിലെ 3 മണ്ഡലങ്ങളിലെയും വോട്ടുകൾ എണ്ണുന്നത് കൽപ്പറ്റയിലെ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. കനത്ത സുരക്ഷയിലായിരുന്നു ബാലറ്റുകളെല്ലാം തന്നെ, ഇലക്ട്രോണിക് ബാലറ്റ് മെഷീനുകളെല്ലാം തന്നെ സൂക്ഷിച്ചിരുന്നത്. രാവിലെ 8 മണി, കാരണം SKMJയിൽ തന്നെയാണ് ഈ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ഉള്ള സ്കൂളിൽ തന്നെയാണ് സ്ട്രോങ് റൂമും സജ്ജീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 8 മണിയോടുകൂടിയായിരിക്കും 7:45 കഴിയുമ്പോഴേക്കും സ്ട്രോങ് റൂം തുറന്ന EVMകൾ അതത് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് മാറ്റും. ഒരു മണ്ഡലത്തിൽ 14 ടേബിളുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഓരോ ബൂത്തും ഓരോ ടേബിളുകളിൽ എണ്ണുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങൾ. അങ്ങനെ വരുമ്പോൾ 10 മുതൽ 15 റൗണ്ട് വരെ കഴിഞ്ഞെങ്കിൽ ആയിരിക്കും വോട്ടെണ്ണൽ പൂർത്തീകരിക്കാൻ കഴിയുക. ആദ്യം എണ്ണുക പോസ്റ്റൽ ബാലറ്റുകളാണ്. അതിനായി പ്രത്യേക ടേബിളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. വയനാട്ടിലെ 3 മണ്ഡലങ്ങളിലുമായി 3125 പോസ്റ്റൽ ബാലറ്റുകളാണ് വിതരണം ചെയ്തിട്ടുള്ളത്. ഇതായിരിക്കും ആദ്യം എണ്ണുക. 8:15 തന്നെ ഇത് പൂർത്തിയാകും. ഏറെക്കുറെ അപ്പോൾ മുതൽ തന്നെ നമുക്ക് ആദ്യ ഘട്ടങ്ങളിലുള്ള ഒരു വിവരങ്ങൾ, വോട്ടെണ്ണലിന്റെ വിവരങ്ങൾ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 8:30 തന്നെ കൃത്യമായ വിവരങ്ങൾ ഇവിടെ നിന്നും നൽകാനാവും. ഏതായാലും വോട്ടെണ്ണലിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരും എല്ലാം തന്നെ ഇപ്പോൾ SKMJ ഹൈസ്കൂളിന് മുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഉദ്യോഗസ്ഥരെല്ലാം തന്നെ നേരത്തെ തന്നെ എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിന് ശേഷമായിരിക്കും സ്ട്രോങ് റൂമിൽ നിന്നും ഓരോ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലേക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ എത്തിക്കുക. അതിനുശേഷം രാവിലെ 8 മണിയോടുകൂടി തന്നെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങും. 8:15 ഇത് പൂർത്തിയാവും. 8:30 തന്നെ ആദ്യ ഫല സൂചനകൾ നമുക്ക് നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗോപികൃഷ്ണൻ.
8 മണിക്ക് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങും. 8:15 ആദ്യഫല സൂചനകൾ നൽകാൻ കഴിയും. വയനാട്ടിൽ നിന്ന് മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. എന്നോടൊപ്പം അതിഥികളായ CPM-ലെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, കോൺഗ്രസിലെ ശ്രീ AA ഷുക്കൂർ, BJP-യിലെ ശ്രീ KVS ഹരിദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ A സജീവൻ എന്നിവരുണ്ട്. ശ്രീ AA ഷുക്കൂർ, നിങ്ങൾ തള്ളിക്കളഞ്ഞ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നേറ്റം ഉണ്ടാകും എന്നാണ് പ്രവചിക്കുന്നത്. പക്ഷേ ഇന്ന് രാവിലെ UDF നേതാക്കൾ എല്ലാവരും തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും K ബാബുവും ഒക്കെ ഒരു ഭരണ തുടർച്ചയ്ക്കുള്ള എല്ലാ സാധ്യതകളും ഇപ്പോഴും കാണുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം? ഇനി ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ നമുക്ക് ഫലം വരാൻ. 5 വർഷക്കാലത്തെ ഒരു ഭരണ നിർവഹണത്തിൻ്റെ മെച്ചപ്പെട്ട അവസ്ഥ, ജനങ്ങളുടെ പ്രതികരണം അത് ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും, ഒരു സംശയവും വേണ്ട. പിന്നെ എക്സിറ്റ് പോളുകളുടെ ഫലം CPM-ന് വലിയ പ്രതീക്ഷ നൽകുന്നു എന്ന് പറയുന്നു. ഈ എക്സിറ്റ് പോളുകൾ തുടർച്ചയായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ എടുക്കാം, എല്ലാം തെറ്റിപ്പോയ ഒരു ഘട്ടമാണ്. ഏറ്റവും ഒടുവിലത്തെ ബീഹാർ തെരഞ്ഞെടുപ്പായാലും ഡൽഹിയിലെ തെരഞ്ഞെടുപ്പായാലും അതിനു മുമ്പ് നടന്ന കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എക്സിറ്റ് പോളായാലും എല്ലാത്തിലുമുണ്ടായ തെറ്റുകൾ അതുപോലെ വരാതിരുന്ന അവസ്ഥ, ഇതെല്ലാം ഈ തവണയും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ മെച്ചപ്പെട്ട അവസ്ഥ അത് നമുക്ക് നമ്മുടെ പൊതുജീവിതത്തിൽ തന്നെ കാണാൻ കഴിഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആ പൊതുജീവിതത്തിൽ ഒരു സമരമുഖത്തേക്ക് പോകേണ്ട പ്രതിപക്ഷത്തിന് അത്തരം സമരമുഖങ്ങൾ തുറക്കാൻ പറ്റാതെ വന്ന സാഹചര്യം ഒരു ഗവൺമെൻറ്റിൻ്റെ നല്ല പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. പിന്നെ ഇവിടെ പലരും ചർച്ച ചെയ്യുമ്പോൾ പറയുന്നു, ഒരു ഗവൺമെൻറ് അവസാന കാലത്ത് എടുക്കാൻ കഴിഞ്ഞ തീരുമാനങ്ങളിൽ ആശങ്കയുണ്ടായി. അതിനെ തിരുത്താൻ കഴിഞ്ഞതും ഒരു ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തിയോടുള്ള നല്ല നടപടികളുടെ പ്രതികരണം. പിന്നെ ഏറ്റവും ഒടുവിൽ ഉണ്ടായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ കേരളത്തിൽ വന്ന് പറഞ്ഞതിനെ തുടർന്നുണ്ടായ പ്രതികരണം ഒരു വലിയ ആവേശത്തിലേക്ക് പോവുകയും അത് തെരഞ്ഞെടുപ്പിൽ വോട്ടായി വരികയും പെർസെൻറ്റേജ് ഓഫ് പോളിംഗ് വർദ്ധിക്കുകയും ചെയ്തത് നിസ്സാരമായി കാണാൻ കഴിയില്ല. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വവും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഒക്കെ നിലനിൽക്കണം. നമ്മുടെ രാജ്യത്ത് കേരളം ഒരു മാതൃകയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു യുവതലമുറ, ചെറുപ്പക്കാരുടെ തലമുറ, അവർ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേക താല്പര്യത്തോടു കൂടി വോട്ട് ചെയ്തിട്ടുണ്ട്. അത് മതനിരപേക്ഷതയുടെ ഭാഗമാണ്, മതേതരത്വത്തിൻ്റെ ഭാഗമാണ്. ഈ നാടിനുണ്ടായ വികസന തുടർച്ച ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കേരളത്തിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്തരത്തിലൊന്ന് പറയാമോ? നിലവാര തകർച്ച ഇതെല്ലാം. ഇന്ന് രാവിലെ പത്രം തുറന്നപ്പോൾ കണ്ടത് UDF ജയിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന BJP-യുടെ കമൻറ്റ്, BJP-യുടെ ദേശീയ നേതൃത്വത്തിൻ്റെ. അപ്പോൾ എന്താണ് സത്യാവസ്ഥ? നമ്മൾ ഏതാനും മിനിറ്റുകൾ കൊണ്ട് അറിയാൻ പോകുകയാണ്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയിലേക്ക് ജനങ്ങൾ കേന്ദ്രീകരിക്കുന്നതിന് പകരം മുഖ്യമന്ത്രി ജനങ്ങളിലേക്ക് വന്ന ഒരു പ്രത്യേക സാഹചര്യം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇത്രമാത്രം ആത്മാർത്ഥത കാണിച്ച ഒരു ഗവൺമെൻറ്, ചെറുതും വലുതുമായ വികസന പ്രവർത്തനങ്ങളിലൂടെ ജനാഭിലാഷം പൂർത്തീകരിച്ച, ഇതിനിടയിൽ വികസന പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ ഏതൊരു ഗവൺമെൻറ്റിനും അനുഭവിക്കേണ്ടി വന്ന അഴിമതി ആരോപണങ്ങൾ ഈ ഗവൺമെൻറ്റും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ അവസ്ഥയും കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിലയിരുത്തിയോ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, ഭരണത്തിന്റെ ഈ സർക്കാരിനെ ശരിയായ രീതിയിൽ വിലയിരുത്തിയാൽ ഒരു ഭരണ തുടർച്ച ഉണ്ടാകും എന്നാണ് AA ഷുക്കൂർ പറയുന്നത്. എന്ന് പറയുമ്പോൾ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി അടിവരയിടുകയാണ്, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഭരണവിരുദ്ധ വികാരം പ്രവർത്തിച്ചിട്ടില്ല എന്ന്. എന്താണ് CPM-ന്റെ വിലയിരുത്തൽ? നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എത്ര വലിയ മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു? എന്താണ് അതിൻ്റെ അടിസ്ഥാനം? CPM മാത്രമല്ല, ഇപ്പം നടന്നിട്ടുള്ള എല്ലാ സർവേകളും ഒരേപോലെ സാക്ഷ്യപ്പെടുത്തുന്നത് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതാണ്. ഈ സർവേ വിവരങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഏഷ്യാനെറ്റ് C4 മുതൽ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകുമ്പോൾ ഭരണവിരുദ്ധ വികാരമുണ്ടോ, സർക്കാരിൻ്റെ നടപടികളിൽ പ്രതിഷേധമുണ്ടോ, അഴിമതിയോട് പ്രതിഷേധമുണ്ടോ, വർഗീയ സമീപനങ്ങളിൽ ഈ ഗവൺമെൻറ് എടുത്ത നിലപാടിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എന്താണ്? ഉമ്മൻചാണ്ടി സർക്കാരിനെതിരാണ്. ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമാണ് കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്ത്. ഇത്രയും നിറികെട്ട നമ്മുടെ മാധ്യമങ്ങൾ കടുംവെട്ട് ക്യാബിനറ്റ് തീരുമാനങ്ങളെന്നാണ് അവസാന തീരുമാനങ്ങൾ പറഞ്ഞത്.
ഈ അവസാന തീരുമാനം മാത്രമല്ല, 2011 ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഉടനെ ചെയ്തത് എന്താണെന്നറിയോ? 2008 തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ നിയമം എന്താണ്, അതുമായി ബന്ധപ്പെട്ട് ഡാറ്റാ ബാങ്ക് രൂപപ്പെടുത്താനുള്ള റവന്യൂ വകുപ്പിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും നടപടികൾ ഫ്രീസ് ചെയ്യാണ്. ആദ്യത്തെ ഉത്തരവ് അതാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പരിസ്ഥിതിക്ക്, കേരളത്തിൻ്റെ പ്രകൃതിപരമായ നിലനിൽപ്പിന് വരെ ഭീഷണി ഉയർത്തുന്ന നയങ്ങളാണ് ഓരോന്നും എടുത്തത്. അവസാനമായപ്പോൾ അതെന്താണ്, അത് വലിയ ഇടിവെട്ട് പോലെ പുറത്തു വരികയാണ് ചെയ്തത്. ഈ 822 ഉത്തരവുകളിൽ എന്താണ്, കേരളത്തിൻ്റെ പർവ്വതങ്ങളെയും സമതലത്തെയും തീരപ്രദേശങ്ങളെയും സമ്പൂർണ്ണമായി നശിപ്പിക്കുന്ന തണ്ണീർത്തടങ്ങളും നെൽവയലുകളുമൊക്കെ തന്നെ റാസൽ കൈമ പോലുള്ള പെട്രോൾ ഡോളർ നഗരങ്ങളിലെ ഈ റാക്കിൻഡോ ഡെവലപ്പേഴ്സ് പോലുള്ള മൾട്ടിനാഷണൽ റിസോർട്ട് കുത്തകൾക്ക് അടിയറ വെക്കുന്ന തീരുമാനമാണ് എടുത്തത്. ഷുക്കൂർ പറയുന്നത് എന്താണ്, ആ തീരുമാനം എടുത്തു, പക്ഷേ ഞങ്ങളത് തിരുത്തി. അതാണ് ഞങ്ങളുടെ ഒരു ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ജനസാധ്യത. ഈ തീരുമാനങ്ങളിലെ ഉമ്മൻചാണ്ടി എന്താ വിശദീകരിച്ച മന്ത്രിസഭാ യോഗത്തിൽ? പ്രതിപക്ഷം പ്രശ്നം ഉയർത്തി, മാധ്യമങ്ങൾ പ്രശ്നം ഉയർത്തി, അതോടൊപ്പം എന്താണ്, തങ്ങളുടെ പ്രതിച്ഛായ നിലനിർത്താൻ വേണ്ടി പ്രതാപനും സതീശനും ഉയർത്തി, സുധീരനെ ഏറ്റുപിടിച്ചു. അങ്ങനെ വന്നപ്പോഴെന്താണ്, ഇപ്പോൾ ഇത് വിശദീകരിച്ച് ബോധ്യപ്പെടുത്താൻ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സമയമായതുകൊണ്ട് സമയമില്ല. അതുകൊണ്ടാണ് ഇല്ലാത്ത തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം UDF ക്യാമ്പിൽ ഇപ്പോഴുമുണ്ട് ഈ അവസാന മണിക്കൂറുകളിൽ. ആ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ ആഗ്രഹചിന്തയാണ്. ആഗ്രഹചിന്ത ചിലപ്പോൾ എന്താണ്, ആത്മവിശ്വാസ പ്രകടനങ്ങളായിട്ട് വരാം. പ്രത്യേകിച്ച് ഈ കെ ബാബു സംസാരിക്കും, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ നോക്കൂ, എന്താ ആത്മവിശ്വാസമാണ് ആ ശരീരഭാഷയിലുള്ളത്. ഒട്ടും ഞാനങ്ങനെ ഒരു ശരീരഭാഷ, ഒരു മനഃശാസ്ത്ര വിശകലനത്തിൽ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടോ ശ്രീ സജീവൻ? ശരീരഭാഷയിൽ ഒരു ആത്മവിശ്വാസക്കുറവ് താങ്കൾക്ക് അനുഭവപ്പെട്ടോ? എനിക്ക് ബാബുവിന്റെ കാര്യത്തിലില്ല. ഞാൻ മുഖ്യമന്ത്രി ഷുക്കൂറിന്റെ കാര്യത്തിലാണ്. ഷുക്കൂറിന്റെ കാര്യത്തിൽ അദ്ദേഹം വാദിക്കുകയാണ്, അദ്ദേഹം ദയനീയമായി വാദിക്കുകയാണ്. കെ ബാബുവിന്റെ കാര്യത്തിൽ കെ ബാബുവിന് ഒരു ആത്മവിശ്വാസം ഉള്ളതിന് കാരണമുണ്ട്. ബാബു സമ്മതിച്ചാലും ഇല്ലെങ്കിലും ആത്മവിശ്വാസ കുറവുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, ആത്മവിശ്വാസക്കുറവുണ്ട്. അത് BDJs വോട്ട് മറിച്ച് ബാബുവിന്റെ ഞാൻ തിരിച്ചാ പറയുന്നത്, കുഞ്ഞുങ്ങനെ പറയുന്ന പോലെയല്ല. ബാബുവിൻ്റെ കാര്യത്തിൽ ബാബുവിനൊരു ആത്മവിശ്വാസം കാണുന്നത് BDJസിൻ്റെ എന്നല്ല പറയേണ്ടത്, വെള്ളാപ്പള്ളി നടേശൻ്റെ പൂർണ്ണ പിന്തുണ. അത് BJPക്ക് പറ്റിയൊരു അക്കിടിയാണത്. അവിടെ BJP പ്രതീക്ഷിച്ചു വെള്ളാപ്പള്ളി നടേശന് ഒപ്പമാണെന്ന്. വെള്ളാപ്പള്ളി നടേശൻ തുടക്കം മുതൽ തന്നെ ബാബുവിന് അനുകൂലമായിട്ട് നിലപാടാണ് എടുത്തുള്ളത്. അത് വളരെ വ്യക്തമാണ്. ആ മണ്ഡലത്തെക്കുറിച്ച് അറിയാവുന്ന ആ ഒരു ആത്മവിശ്വാസം. പക്ഷേ അതിനെ മറികടക്കുന്ന രൂപത്തിൽ വേറൊന്നുണ്ട്. ന്യൂനപക്ഷ വോട്ടുകളിൽ മധ്യ കേരളത്തിലെ ഏറ്റവും പ്രാമുഖ്യമുള്ള ക്രിസ്ത്യൻ വോട്ടുകൾ തിരിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ബാബുവിന് വ്യക്തമാണെന്ന് അറിയില്ല. പക്ഷേ ബാബുവിൻ്റെ കാര്യത്തിൽ ആത്മവിശ്വാസമുണ്ട്. പക്ഷേ ശ്രീ കുഞ്ഞിക്കണ്ണൻ ഇവിടെ അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനമായി നിൽക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളുണ്ടല്ലോ, അതിൽ പറയുന്നത് കെ ബാബു ഉൾപ്പെടെയുള്ള ചില മന്ത്രിമാർ തോൽക്കുന്ന കാര്യമാണ്. തോൽക്കാൻ സാധ്യത. പക്ഷേ ബാബു വിശ്വസിക്കും. ബാബുവിൻ്റെ ആത്മവിശ്വാസം ഞാൻ പറഞ്ഞിട്ടുള്ളത് കൂടെ ഒരു വലിയൊരു പിന്തുണ നൽകാനായിട്ടൊരു വലിയ മല പോലെ ഒരാൾ നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ അത് ഞാൻ അവസാന ഘട്ടത്തിൽ അത് ബാബുവിനേക്കാൾ വിശ്വാസം ബാബുവിന് മനസ്സിലാവാതെ പോയത് ഈ ക്രിസ്ത്യൻ വോട്ടുകൾ, ഈ പ്രത്യേകിച്ച് കൊച്ചിയിൽ നിന്നുള്ള മാലഞ്ചേരി പിതാവിനെ പോലുള്ള ആളുകൾ ഏതാണ്ട് പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ മറിയാനുള്ള സാധ്യത അവിടെ അട്ടിമറി ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. ബാബുവിൻ്റെ പക്ഷേ ബോഡി ലാംഗ്വേജിൽ ആത്മവിശ്വാസമാണ് ഞാൻ കാണുന്നത്. നേരെ മറിച്ച് മുഖ്യമന്ത്രി, നമുക്കൊക്കെ എല്ലാവർക്കും വളരെ പതിറ്റാണ്ടുകളായിട്ട് വളരെ അടുത്തറിയാവുന്ന ആളാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ ഓരോ വാക്കും പ്രയോഗവും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസക്കുറവും എത്ര പ്രതിസന്ധിയിൽ പോലും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇപ്രാവശ്യം അതുണ്ടായില്ല. അദ്ദേഹം ചോദ്യത്തിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ആ പള്ളിയിലേക്ക് കയറുന്ന പോലും ആത്മവിശ്വാസ കുറവിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഇടവേളകളില്ലാതെയാണ് നമ്മൾ മുഴുവൻ ഫലങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അടിയന്തരമായി ചെറിയ ഇടവേളകൾ എടുക്കേണ്ടതുണ്ട്. വളരെ പെട്ടെന്നൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. കേരളം നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുന്നു. ഏതാണ്ട് അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യഫല സൂചനകൾ 10 മിനിറ്റ് കഴിയുമ്പോൾ, അതായത് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങുമ്പോൾ തന്നെ ആദ്യഫല സൂചനകൾ പുറത്തുവരും. എല്ലാ ഫല സൂചനകളും അതാത് നിമിഷങ്ങളിൽ യാതൊരു തരത്തിലുള്ള ഇടതടവും ഇല്ലാതെ മീഡിയ വണിന്റെ സ്ക്രീനിൽ വളരെ വ്യക്തമായി കാണാം. പ്രേക്ഷകർ കാണുന്ന ഇടത് ഭാഗത്ത് വോട്ട് നില വ്യക്തമായി കാണാൻ കഴിയും. തൊട്ടു മുകളിൽ സ്ക്രീനിന്റെ ഏറ്റവും മുകളിൽ കേരളത്തിലെ 3 മുന്നണികൾ നേടാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണം കാണാൻ കഴിയും. താഴെ കേരളത്തോടൊപ്പം തന്നെ ഫലം വരുന്ന ബംഗാളിലെയും തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും അസാമിലെയും ഫലങ്ങൾ കാണാൻ കഴിയും. ഒപ്പം തന്നെ വലത് ഭാഗത്തും വ്യക്തമായി ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന്റെ മുഴുവൻ ചിത്രങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോൾ എന്നോടൊപ്പം ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, CPM-നെ പ്രതിനിധീകരിച്ച് കോൺഗ്രസിലെ A. ഷുക്കൂർ, BJP-യുടെ KVS ഹരിദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ A. സജീവൻ എന്നിവർ ഈ ചർച്ചയിൽ ഭാഗമാകാനുണ്ട്. ശ്രീ KVS ഹരിദാസ്, 70 ദിവസം നീണ്ട പ്രചാരണ വേളയിലൊക്കെ നിങ്ങൾ വലിയ തോതിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വോട്ടെടുപ്പ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം BJP-യുടെ ആരോപണം വന്നു, ഇടതുപക്ഷവും വലതുപക്ഷവും ഒത്തുചേർന്ന് NDA-യുടെ സാധ്യതകളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുവെന്ന്. പിന്നീട് ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, അക്കൗണ്ട് തുറക്കാനായില്ലെങ്കിലും 20% വോട്ട് ഷെയറുമായി വലിയൊരു ശക്തിയായി ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുമെന്ന്. ഏറ്റവും ഒടുവിൽ കണക്കുകൂട്ടലുകൾ
കണക്കുകൂട്ടലുകളിൽ NDAക്ക് ഇത്തവണ ഒരു അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല എന്നൊരു തിരിച്ചറിവിൽ നിന്നാണോ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഈ തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും? അല്ല ഗോപികൃഷ്ണൻ, ഞാൻ ആദ്യമേ തന്നെ അത് സംബന്ധിച്ച് സൂചിപ്പിച്ചിരുന്നു. നമുക്കറിയാം കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യങ്ങൾ. ആ രണ്ട് മുന്നണികളുടെ സമ്മർദ്ദങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് തന്നെയാണ് BJPയും ദേശീയ ജനാധിപത്യ സഖ്യവും ഇത്തവണ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. 5-6 മണ്ഡലങ്ങളിൽ ശക്തമായ നിലയിലാണ് NDA ഇന്നുള്ളത്. അതിൽ ചിലതിൽ ജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വാസവും പ്രതീക്ഷയും. പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടല്ല സംസാരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഒരുപാട് ഘടകങ്ങൾ അതിന് ശേഷവും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഘടകങ്ങൾ വന്നിട്ടുണ്ട്, പ്രതീക്ഷിച്ച ഘടകങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ മൈനോറിറ്റി കൺസോളിഡേഷൻ എന്ന് പറഞ്ഞ ചില സംഭവവികാസങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതേപോലെ തന്നെ ആ മൈനോറിറ്റി കൺസോളിഡേഷൻ BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നതും കാണാതെ പോകാൻ പറ്റില്ല. അതിനുള്ള ഉദ്യമമാണ് ആ തലത്തിൽ പല സ്ഥലങ്ങളിലും നടന്നിട്ടുള്ളത്. വേറൊന്ന്, BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചില ക്രോസ് വോട്ടിംഗ് അത് മുൻകാലങ്ങളിൽ നടന്നിട്ടുണ്ട്. ഇത്തവണ അത് ഉണ്ടാവില്ല എന്നായിരുന്നു BJP പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത്തവണയും അത്തരത്തിലുള്ള ചില സൂചനകൾ ലഭിച്ചു എന്ന് വേണം കരുതാൻ. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണെങ്കിലും ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പാകത്തിനുള്ള ചില നടപടിക്രമങ്ങൾ, പ്രവർത്തനങ്ങൾ BJPയും ദേശീയ ജനാധിപത്യവും സഖ്യവും സ്വീകരിച്ചിരുന്നു. ആ പ്രതീക്ഷയിലാണ് ഇന്നുള്ളത്. ഇനിയിപ്പോൾ ഏതായാലും ആ പ്രതീക്ഷകൾക്ക് ഇനിയിപ്പോൾ ഏതാനും മിനിറ്റുകളുടെ കാലാവധിയേ ഉള്ളൂ, നമുക്ക് കാത്തിരിക്കാം. പക്ഷെ വേറൊന്നുണ്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കാണാതെ പോകാൻ പറ്റില്ല. കാരണം അത്രമാത്രം അഴിമതിയിൽ കുളിച്ച ഒരു ഗവൺമെൻറ്റായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് നമുക്കൊക്കെ അറിയാം. ഇതുപോലെ കെടുകാര്യസ്ഥത ഉണ്ടായിട്ടുള്ള ഒരു ഭരണകൂടവും വേറെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനെതിരായിട്ടുള്ള ശക്തമായ ക്യാമ്പയിനാണ് കേരളത്തിൽ നടന്നത്. അതിൽ ദേശീയ ജനാധിപത്യ സഖ്യവും അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല. CPMൻ്റെ നേതൃത്വത്തിലുള്ള ഇടതു മുന്നണിയും അതേ തലത്തിലുള്ളൊരു ക്യാമ്പയിൻ തന്നെ നടത്തി. അപ്പോൾ ഇത്തരം ശക്തമായ ക്യാമ്പയിനുകൾ നടക്കുന്ന സമയത്ത് അതിൻ്റെ ഫലം ഒരു സമയത്ത്, കാരണം ഈ ജനവിരുദ്ധ മുന്നണിയെ തോൽപ്പിക്കാൻ ആർക്കാണ് കൂടുതൽ സാധ്യത എന്ന് ജനങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം. അതാണ് ഞാൻ പറഞ്ഞത്, BJPക്ക് വളരെ മുന്നോക്കം പോകാൻ കഴിഞ്ഞിട്ടുള്ള, ജനങ്ങളുടെ മനസ്സിലേക്ക് അത്രമാത്രം കടന്നു ചെല്ലാൻ പറ്റിയിട്ടുള്ള മണ്ഡലങ്ങളിൽ ഈ ജനവിരുദ്ധ മുന്നണി UDF വിരുദ്ധ വികാരം BJPക്ക് സഹായമായിട്ടുണ്ടാവും, ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. മറ്റ് മണ്ഡലങ്ങളിൽ അതിൻ്റെ പ്രയോജനം ഇടതുമുന്നണിക്ക് ലഭിച്ചിട്ടും ഉണ്ടാവണം. ഞാൻ തിരിച്ചു വരാം. KBS താങ്കളിലേക്ക് വരാം. വളരെ പെട്ടെന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാരിലേക്ക് ഒന്നുകൂടെ പോകേണ്ടതുണ്ട്. കൊല്ലത്ത് നിന്നും ശ്യാം ആർ ബാബു ഇപ്പോൾ ചേരുന്നു. ശ്യാം, ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ ബാക്കി വോട്ടെണ്ണൽ തുടങ്ങാനായിട്ട്. എല്ലാ ഒരുക്കങ്ങളും സ്വാഭാവികമായും പൂർത്തിയായിട്ടുണ്ടാകും. ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടാകും. വിധി അറിയാൻ മുന്നണികളുടെയും പാർട്ടികളുടെയും പ്രവർത്തകർ എത്തിയിട്ടുണ്ടോ? മറ്റ് വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, തീർച്ചയായും കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ വലിയ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തിലാണ് ഇരു മുന്നണികളുടെയും പ്രവർത്തകർ. അതുപോലെ തന്നെ NDA വലിയ ഏതാണ്ട് 2ാം സ്ഥാനം പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം തന്നെ BJP ഒരു ചാത്തന്നൂരിൽ 2ാം സ്ഥാനം പ്രതീക്ഷിക്കുന്നുണ്ട്. അവരും വളരെ ആവേശത്തിലാണ്. ഏതായാലും പ്രവർത്തകരൊക്കെ തന്നെ ബൂത്തിലേക്ക് എത്തുന്നു. കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം 9 കേന്ദ്രങ്ങളിലായാണ് വോട്ടെണ്ണുന്നത്. കൊല്ലത്തെ പ്രധാന സ്കൂളായ സെന്റ് അലോഷ്യസിൽ വെച്ച് കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ എന്നീ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണും മറ്റ് മണ്ഡലങ്ങളുടെ, അതായത് കരുനാഗപ്പള്ളി അടക്കം മറ്റു മണ്ഡലങ്ങളുടേത് മറ്റ് 8 കേന്ദ്രങ്ങളിലായി മറ്റു മണ്ഡലങ്ങളുടേത് വേണം. ഏതായാലും ആദ്യ ഫലസൂചനകൾ ഏതാണ്ട് 8-10 കൂടി തന്നെ എത്താൻ സാധിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതാണ്ട് പോസ്റ്റൽ വോട്ട് എണ്ണുമ്പോൾ തന്നെ 8-10 കൂടി പോസ്റ്റൽ വോട്ടുകളുടെ കണക്കുകൾ എത്തിത്തുടങ്ങും. ഏതായാലും മുന്നണികളും പ്രവർത്തകരും ഒക്കെ തന്നെ വലിയ പ്രതീക്ഷയിലാണ്, വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇടത് ആഭിമുഖ്യമുള്ള ജില്ല, ഇത്തവണ വലിയ പ്രതീക്ഷ UDFും വെച്ച് പുലർത്തുന്നുണ്ട്. ഏതായാലും 8-10 കൂടി പോസ്റ്റൽ വോട്ട് എണ്ണുന്നതോടുകൂടി 8-10 കൂടി പോസ്റ്റൽ വോട്ടിന്റെ കണക്കുകൾ എത്തിത്തുടങ്ങും. പിന്നീടുള്ള ഫലസൂചന ഏതാണ്ട് 9 മണിയോടുകൂടി കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 8:30 കൂടി തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുൻപും അത്തരത്തിൽ തന്നെയായിരുന്നു. ആദ്യ കണക്കുകളിൽ തന്നെ ഏതാണ്ട് ജില്ലയിലെ മണ്ഡലങ്ങളുടെ ഒരു ഏത് രീതിയിൽ പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സനീഷ്,
ശ്യാമാർ ബാബുവാണ് കൊല്ലത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. 2,69,00,000 വോട്ടർമാർ. ആകെ വോട്ടർമാരിൽ 77.35% പേർ വോട്ട് രേഖപ്പെടുത്തിയ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വിധി അല്പസമയത്തിനകം അറിയാനാകും. ഏതാണ്ട് അരമണിക്കൂറിൽ താഴെ മാത്രമേ ഇനി സമയമുള്ളൂ. 8 മണിയോടുകൂടി സംസ്ഥാനത്തെ 80 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും വോട്ടെണ്ണൽ ആരംഭിക്കും. 8:30യോടുകൂടി ആദ്യ ഫലസൂചനകൾ ലഭ്യമായി തുടങ്ങും. അങ്ങേയറ്റം നിർണായകമായ തെരഞ്ഞെടുപ്പ് വിധിയാണ് വരാനിരിക്കുന്നത്. 3 മുന്നണികളെയും സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകളെല്ലാം സാഹൂതം ടെലിവിഷൻ